ദാവണെടുത്ത് കഴിഞ്ഞപ്പളാ ഇതിനെ പറ്റി പാട്ടുകൾ എന്റെ കയ്യിലുണ്ടോ? പാടുന്ന കുറെ നാളായിട്ട് ചെയ്യണം വിചാരിച്ചതാ. കണ്ണീര് പൊട്ടിട്ട് കണ്ണീരി കത്തിരുന്ന കാലം കരകവിയോ. അത് പറഞ്ഞപ്പോ ഈ പാട്ട് ഏതാണ് മനസ്സിലായി. നിര നിരയായി പയ്യുകളെല്ലാം നിന്റെ കുഴൽ വിളിയും കേട്ടു നിന്ന്. ഇതാണ് ഉദ്ദേശിച്ചത്. ഇനി അതാ പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ഇത് വേണമെങ്കിൽ ചെയ്യാല്ലേ പാട്ട്. എനിക്ക് 2-3 പാട്ട് വന്നത്. കൊഞ്ചും മൈനാക്കളെ കൊഞ്ചും മൈനാക്കളെ അതൊന്ന്. പിന്നെ സുറ്റി വരും ഭൂമി എന്നെ സുറ്റിട്ടാണ്. പിന്നത്തെ മറ്റേ പാട്ടടി അല്ല ദാവണി എടുത്തിട്ട് ദാവണി അതന്നെ. വന്ദിതയ വീട്ടില് കൈപ്പിടിച്ച് കാൽമു ആടുതയ വീട്ടില് അതന്നെ ദാവണി എടുത്തിട്ടാണ് എല്ലാ തമിഴ് പാടും. പിന്നെ കഞ്ചപ്പൂ കണ്ണാല് സപ്പ് ചല മുന്നാല് ഇടുപ്പ് വിഴിയ മറുതടി നിസ്സരിച്ച തന്നാല്. കാർത്തിയുടെ പാട്ട്. ഓക്കെ വെരി ഗുഡ്. ഭംഗിയുണ്ട്. നമുക്കാണെങ്കിൽ സീരിയൽ മറ്റേ പരസ്യത്തിന്റെ പാട്ടൊക്കെ. നിന്റെ ആശകൾ പൂക്കുന്നതോ ആ പൂക്കില്ലേത് മൊട്ടായിട്ട് പൂക്കാത്ത പൂവാണ് ഞങ്ങൾക്ക്. പൂക്കാത്ത മാവിന്റെ കൊമ്പാണ് കൊടുത്തത്. പിന്നെ ദാവണി എടുത്തിട്ട് കളിക്കേണ്ട പാട്ട്. പിന്നെ മറ്റേ തുമ്പയും തുളസിയും കുടമുല്ലപ്പൂവും തൊഴുകയാൽ വീരിയാണ് മരനാട് കളിച്ചു പാടാ. അതുപോലെ മമത മോഹൻദാസിൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു ഇതേപോലെ. അവളുടെ ആദ്യത്തെ ഫിലിമിലത്തെ ഈ പുഴയും കുളിർ കാറ്റും മാഞ്ചൂടും മയൂക്കം. കുറെ പാട്ടുകളുണ്ട്. ഇനി മലയാളം പാട്ടുകൾ അത് പഴയ പാട്ടുകളുണ്ട്. ഓണത്തിനൊപ്പം ഇതെടുത്ത എല്ലാം ഇനിയിപ്പോ നിൽക്കാം. ഇങ്ങനെയൊന്നല്ലാന്ന് ഇതിങ്ങനെയാണ്. അതുകൊണ്ട് അതെന്താ മോളെ വേറെ എവിടെയും കിട്ടാത്ത സ്പെഷ്യൽ വായ്പ. ചേട്ടൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതേപോലെ ദാവണി എടുത്തിട്ട് അതന്നെയാണ് ചേട്ടാ സ്പെഷ്യല്. പിന്നെ ഞാൻ അല്ലാതെ ചില്ലറ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് വീഡിയോസ് ചെയ്യും. ഈ ഏരിയയിലുള്ളവർക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാം. അടുത്ത പോലെ അവരുടെ നോട്ടീസ് ലൈനിൽ കൂടി ഫോട്ടോ വയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പായസം മനസ്സ് പായസം ഒരു ദിവസം കുടിക്കുന്ന പായസം ഹെൽത്തിയാണ്. ശുദ്ധമായ വെള്ളം ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ് ഒരു പായസം. എൻ്റെ ഭർത്താവ് രാവിലെ 4 മണിക്ക് എണിച്ചിട്ട് എല്ലാ പശുവിൻ്റെ അകിട് പിടിച്ച് വലിച്ചിട്ടുള്ള ശുദ്ധമായ പാല്. പിന്നെ പായസമൊക്കെ ഉണ്ടാക്കി വന്നപ്പോൾ കുറച്ച് പാലിൻ്റെ കുറവ് വന്നപ്പോൾ ചെറുതായിട്ട് ഉറപ്പാൽ ഒരെണ്ണം. പിന്നെ നിർബന്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 പറയാം. സത്യം പറയുകയാണെങ്കിൽ വന്നപ്പോൾ 10 പാക്കറ്റാണ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നോക്ക് മക്കളെ നോക്ക്. റീൽ ചെയ്യാനിരുന്ന ഞാനാ. കനകാമ്പരം. എനിക്ക് കനകാമ്പരം വെക്കാൻ ഓ അരളിന്ന് പറഞ്ഞത് മറ്റേ റോസ് കളറില് പിങ്ക് കളറിലാണ്. നിനക്കതാ ഇഷ്ടം?
ഇതുവരെ ഞാൻ വെച്ചിട്ടില്ല. എനിക്ക് കനകാമ്പരം കനകാമ്പരൊക്കെ കുറെ വെച്ചിട്ടുണ്ട്. ഓർമ്മയില്ല. ആ ഉണ്ട് വീട്ടിലെ സൈഡിലൊക്കെ ഉണ്ട്. ഹലോ ഗൈസ്, ഒരു കാര്യം ഞാൻ പറയാൻ പറ്റൂട്ടാ. സാധനം ഉണ്ടല്ലോ 2014 വയർ ചെയ്തതാണിത്. ഇതിപ്പോ ഏറെ കൊല്ലം അറിയോ? 2024. 10 കൊല്ലത്തുക്കപ്പുറമാ ഞാനിത് പോടുറേ. എപ്പടി ഇருக்கு? ആ തമിഴ് മലയാളം പറഞ്ഞതിന് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യും. അത് ശരിയാണല്ലോ. പെട്ടെന്നേ തമിഴ്നാട്ടിലുള്ള ഒരാളെ കൂടുതൽ തമിഴ് എടുക്കാം. തമിഴ് സോറി ഗൈസ്. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. അധികം ഫോളോവേഴ്സ് ഒന്നും ഇല്ല, നേരെ ഒരു കുഴപ്പമില്ല. 191 പേരുള്ള 10 പേര് കണ്ടാ കണ്ട്. ഒരെണ്ണം ഞാൻ ശ്രുതിയെ നിർബന്ധിക്കാം. എനിക്കെല്ലാവരും നിർബന്ധിക്കാം ഓരോന്ന് കിട്ടാൻ. പായസ കച്ചവടക്കാരൻ്റെ അടുത്തും പറയാം. പോണ വഴിക്ക് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഫോളോവേഴ്സിനെ കൂട്ടാം. ചേട്ടൻ അറിയില്ലേ നീതു സജിത്ത്? നമുക്ക് അങ്ങനെ ഫോളോവേഴ്സിനെ കൂട്ടാം. ഐഡിയ തള്ളി മറിച്ചെങ്കിൽ കട്ടി കിട്ടും.